ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊക്കെ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ, നമുക്കറിയാം നമുക്കൊരു 73 പേജുള്ള ഒരു PDF ആണ് അല്ലേ. ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയി ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെ സോണിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട്, നമ്മുടെ ബ്രാഞ്ച് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, അതിലേതാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ, അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഏത് സോണിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്, ഞാൻ ഇന്ന ബ്രാഞ്ച് ആണെങ്കിൽ, അതല്ലെങ്കിൽ എനിക്ക് ഏതൊക്കെ പോസ്റ്റിലോട്ട്, ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്, ഞാനൊരു മെക്കാനിക്കൽ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞതാണ്, എനിക്ക് ഏതൊക്കെ ബ്രാഞ്ചിലോട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഓരോ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ കാറ്റഗറി വൈസ്, ആ കാറ്റഗറി നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ, നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം എന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളത് സോൺ വൈസ് ആയിട്ട് ഓരോ സോണിലും ഈ പറയുന്ന മെക്കാനിക്കലാർക്കും ഇലക്ട്രിക്കലാർക്കും സിവിലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും ഒക്കെ ഓരോ സോണിലും എത്രത്തോളം വേക്കൻസി ഉണ്ട്, എങ്ങനെയാണത് മാറി മറിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ കാറ്റഗറി നമ്പറുകളും ഏതാണ് പോസ്റ്റുകൾ. അപ്പോൾ ഞാൻ ഈ RRBയുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് നോക്കി അപ്ലൈ ചെയ്യരുത്. അതായത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പോസ്റ്റ്, അപ്പോൾ മെക്കാനിക്കലായി എനിക്ക് പറ്റൂല എന്നുള്ള രീതിയിലല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പകരം എന്താണ്, അവസാനം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെക്കാനിക്കലാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇലക്ട്രിക്കലാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇലക്ട്രിക്കലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഇലക്ട്രോണിക്സ് അല്ലാത്ത S&T ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്തതൊക്കെ മെക്കാനിക്കലാർക്കും പറ്റും. അപ്പോൾ അങ്ങനെ കുറേ പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിൻ്റെ ഇത് പറയാം. അപ്പോൾ നമുക്കറിയാം, നമുക്കിതാ ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ളത് ഇതുപോലെയാണ്. നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് തന്നിട്ടുള്ളത് അല്ലേ. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ്, നമുക്ക് അങ്ങനെ 32 കാറ്റഗറി ഇതുപോലെ എന്താണ് 32 കാറ്റഗറിയിലോട്ടാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകൾ വിളിച്ചിട്ടുള്ളത്. അതിലേറ്റവും അവസാനം വരുന്ന 32nd അല്ലെ, 32ാമത്തെ പോസ്റ്റ് എല്ലാവർക്കും അല്ലെ, നിങ്ങൾ ഒരു ഡിപ്ലോമ ബിടെക്കോ ഏത് ബ്രാഞ്ചിലും നിങ്ങൾ പാസ് ഔട്ട് ആയവരാണെങ്കിലും നിങ്ങൾക്ക് ആ 32ാമത്തെ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള പോസ്റ്റുകൾ ഇതിപ്പോൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും IT CS അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അതുപോലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ പല രീതിയിലും കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പോസ്റ്റുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ബ്രാഞ്ചുകാർക്കും എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു വെച്ചോ. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു വെച്ചോ. അതിൽ മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മെക്കട്രോണിക്സ് പോലുള്ള മെക്കാനിക്കൽ അതിൻ്റെ എല്ലാ സബ് സ്ട്രീമുകാർക്കും, മെക്കാനിക്കലിൽ ബിടെക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈലിലൊക്കെ ബിടെക് പാസ്സായവർ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പാസ്സായവർ, അതുപോലെ ഇതിൻ്റെയൊക്കെ സബ് സ്ട്രീമായിട്ട് വരുന്ന ഈ പറയുന്ന ബ്രാഞ്ചുകളിലൊക്കെ ഡിപ്ലോമ പാസ്സായവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളിലോട്ടും അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 3, 4, 5, 6, 7, 8 കഴിഞ്ഞിട്ടില്ല. അടുത്ത പേജിലും വരുന്നുണ്ട്, അടുത്തതിലും വരുന്നുണ്ട്. പിന്നെ ഏതാണ് 9, പിന്നെ അത് അങ്ങോട്ടില്ല. പിന്നെ എന്താണ്, പിന്നെ 15 മുതലാണ് 15, 16, 17, 18, 19, പിന്നെ ഏതാണ് 20, 21, 22, 23 ഇല്ലട്ട്, അതിൻ്റെ ഇടയ്ക്ക് അതൊരു കെമിക്കൽ എന്തോന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. 24, 25 ആൻഡ് ദെൻ 32. ഇത്രയും പോസ്റ്റുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കലാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. A1, A2, A3, B1, B2, C1 എന്നൊക്കെ പറഞ്ഞ് ഓരോ പോസ്റ്റിലും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുക, അതിനനുസരിച്ച് ഏത് പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ മെക്കാനിക്കലാർക്ക് എന്ത് കൊടുക്കാം, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാംസുകളൊക്കെ, ഈ പറയുന്ന പോസ്റ്റുകളൊക്കെ കാറ്റഗറി 3 to 8 വരുന്ന ഏതാണ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ മെക്കാനിക്കലാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ബട്ട് ഈ 15 മുതൽ 19 വരെ ഉള്ളത് ഏതാണ്, 15 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ജനറൽ വിഭാഗത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. പിന്നെ ഈ വരുന്നതൊക്കെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട്
വരുന്ന പോസ്റ്റുകളാണ് ഡീസൽ ഷെഡിലെ കാരേജ് വേഗൻ ആൻഡ് R&D. അപ്പോൾ സാധാരണ കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ R&D ഇതുപോലുള്ള ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, R&D ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. കാരണം ട്രാക്ക് മെഷീൻ അതുപോലെ ബാക്കി വരുന്നതൊക്കെ എന്തായിരിക്കും, ഒന്നും കൂടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ജോലി എന്നുള്ള രീതിയിൽ. നമുക്ക് അതിലൊന്നും കാര്യമില്ല. നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് കൂടുതൽ അതിലാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഇനി ഈ പറയുന്ന 20 മുതലും 25 വരെയും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. 32 സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്, അത് പിന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെഡിക്കൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്പർ ഓഫ് പോസ്റ്റ് കുറവാണ്, പക്ഷേ ഓരോ പോസ്റ്റിലും എന്താണ് ബാക്കിയുള്ള ബ്രാഞ്ചുകാരിലേക്കാളും വേക്കൻസി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നമ്പർ കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചാണ് എന്നുള്ള ഒരു പരിഭവം വേണ്ട. അതിനനുസരിച്ച് നമ്പർ കൂടുതലാണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കലുള്ള പല പോസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോഴും സിവിൽ പോസ്റ്റുകൾക്ക് നല്ല രീതിയിൽ എന്ത് വരുന്നുണ്ട്, PV ആൻഡ് ബ്രിഡ്ജിലൊക്കെ നല്ല രീതിയിൽ വേക്കൻസികൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ സിവിലിൽ വരുന്ന കാറ്റഗറി നമ്പർ നോട്ട് ഡൗൺ ചെയ്തോ. സിവിൽ എഞ്ചിനീയേഴ്സ്, സിവിൽ അതിൻ്റെ സബ്സ്ട്രീം ആയിട്ട് ഡിപ്ലോമ എടുത്തവരൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്തോ. അവർക്ക് പറ്റുന്ന കാറ്റഗറി നമ്പേഴ്സ് 9, 10, 11, 12, 13, 14 ആൻഡ് 32. എല്ലാവർക്കും പറ്റുന്ന 32. ഇത്രയും പോസ്റ്റുകളാണ് സിവിൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ലാസ്റ്റ് ആണ് നിങ്ങൾക്കറിയാം സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സബ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. PV ആൻഡ് ബ്രിഡ്ജ്, ഡിസൈൻ ഡ്രോയിങ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്, പിന്നെ അതുപോലെ വർക്ക്സ് ആൻഡ് R&D വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് മെഡിക്കൽ സ്റ്റാൻഡേർഡുകളുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും സിവിൽ എഞ്ചിനീയേഴ്സിന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. അവർക്ക് സെയിം തന്നെയാണ്, ഇലക്ട്രിക്കൽ ആർക്കും അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പനി. അപ്പം ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക്കലാർക്കും ഇലക്ട്രോണിക്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് ആ മെക്കിൽ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും ഇവർക്കും പറ്റും, പ്ലസ് ഇവർക്ക് കുറച്ചും കൂടെ കൂടുതലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വരുന്ന കാറ്റഗറി നമ്പർ നോട്ട് ഡൗൺ ചെയ്തോ. 3, 4, 5, 6, 7, 8. ഓക്കെ, 8 വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ എഞ്ചിനീയറിംഗും അതുപോലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന 15, 16, 17, 18, 19, 20 ഇത്രയും കാറ്റഗറിയിലോട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുപോലെ 21, 22, 23 ഇല്ല, 24, 25, 26, 27 ഇതൊക്കെ S&T ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന, അതായത് ഇലക്ട്രോണിക്സിന്റെ ഇതിൽ വരുന്നതാണ്. 28, 29, 30, 31, 32 ഇത്രയും പോസ്റ്റുകളിലോട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാം. അതായത് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പല ഡിപ്പാർട്ട്മെന്റിലായിട്ട്. ഇതാ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, ഈ പറഞ്ഞതുള്ളൊക്കെ S&T ഡിപ്പാർട്ട്മെന്റ് ആണ്. സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ആണെന്ന് തോന്നുന്നു. സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ S&T ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഇതും S&T ആണ്. പിന്നെ അങ്ങോട്ടുള്ളത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ആദ്യത്തെ കുറച്ച് വരുന്നത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കലിന്റെ സബ്ബായിട്ട് വരുന്ന ഒരുപാട് ഡിപ്ലോമ സ്ട്രീമുകൾ ഉണ്ട് അല്ലേ. പവർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിപ്ലോമ സ്ട്രീമുകളുടെ മെഷീൻസ്, അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോസ്റ്റുകളിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രോണിക്സ് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല, ഈ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ എല്ലാ പോസ്റ്റുകളും എന്ത് ചെയ്യാം, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റുകാർക്ക്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്ലോമ കോഴ്സുകൾ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനെ വരുന്ന ഇലക്ട്രോണിക്സിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ പോസ്റ്റുകാർക്കും ഈ പറയുന്ന കാറ്റഗറി നമ്പറുകളിലുള്ള പോസ്റ്റുകളായിട്ട് അപ്ലൈ ചെയ്യാം. 3, 4, 5, 6, 7, 8. പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ് 15, 16, 17, 18, 19, 20 ഇലക്ട്രോണിക്സ് ആൻഡ് അതിന്റെ സബ്ബാട്ടോ, ഇലക്ട്രോണിക്സ് ആൻഡ് അതിന്റെ സബ്സ്ട്രീമാണ് പറയുന്നത്. 21, 22, 24, 25, 26. അതുപോലെ നമ്മൾ അവസാനം പറഞ്ഞത് 27, 28, 29, 30, 31, 32. അപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് വരുന്നതാണ് ഈ ലാസ്റ്റ് പറഞ്ഞ S&T എന്ന് പറയുന്ന ഈ കുറച്ച് പോസ്റ്റുകൾ. വേണമെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കാം. കാരണം നമുക്ക് പിന്നെ കരിയറിലൊക്കെ കൂടുതൽ പ്രൊമോഷനും ഇതൊക്കെ കൂടുതൽ കിട്ടുന്ന നമ്മളെ ഡിപ്പാർട്ട്മെന്റിലാകുമ്പോഴാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് കൂടുതൽ പരിഗണന കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് മെക്കാനിക്കലാണ്. ഇതൊക്കെ ആർക്കും അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇലക്ട്രോണിക്സിന്റെ സബ്സ്ട്രീമായി വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അവസാനം വരുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT.
ഇവർക്കും എക്സാം വേറെ ഇല്ല. ഇവർ ഇലക്ട്രോണിക്സിൻ്റെ അതേ ഇതെന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് വേണം എക്സാംസുകൾ എഴുതാൻ. പക്ഷേ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ അവസാനം പറഞ്ഞ സിഗ്നൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പോസ്റ്റുകളൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 26 മുതൽ 32 വരെ. 32 എല്ലാവർക്കും പറ്റൂട്ടോ. ഇവിടെ 32 അവസാനം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ 32 നമ്മൾ ഏത് പറഞ്ഞു, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് അല്ലേ പറഞ്ഞ ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുണ്ട്. അതിൻ്റെ കൂടെ ഏതാണ് 26, 27, 28, 29, 30, 31 ഇത്രയും കാറ്റഗറി നമ്പറിൽ വരുന്ന പോസ്റ്റുകൾ, അതായത് S&T ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഇത്രയും കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ഇൻഫർമേഷൻ, അതായത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT ഇതിൽ വരുന്നത് ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന പോസ്റ്റുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏതാണോ ബ്രാഞ്ച് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാതാ. മെക്കാനിക്കലിൻ്റെ അണ്ടറിൽ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈല്, മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീനിങ്, ടൂൾ ആൻഡ് മെഷീനിങ്, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഈ ബന്ധം വരുന്ന ഏതെങ്കിലുമൊക്കെ സബ്സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഏതാണ്, മെക്കാനിക്കലാണ് നിങ്ങൾ എക്സാം ഗ്രൂപ്പ് കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാവർക്കും കൂടെ ഒറ്റ എക്സാം ആയിരിക്കും. CBT2 മെക്കാനിക്കൽ ഒരൊറ്റ എക്സാം ആയിരിക്കും. അതുപോലെ ഇലക്ട്രിക്കലുകാർ കംപ്ലീറ്റ് കൊടുക്കേണ്ടത് ഇലക്ട്രിക്കൽ ആൻഡ് ആലിയേഡ്, ഇലക്ട്രോണിക്സുകാർ അതായത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇവരൊക്കെ കൊടുക്കേണ്ടത് ഇലക്ട്രോണിക്സ് ആണ് എക്സാം ഗ്രൂപ്പായിട്ട് കൊടുക്കേണ്ടത് അവർക്ക്. അപ്പോൾ കഴിഞ്ഞ തവണത്തനുസരിച്ച് ഏകദേശം ഒരു 50-60% ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്കും ബാക്കി ഒരു 30-40% CS കമ്പ്യൂട്ടർ സയൻസിന്റെ ടോപ്പിക് ആയിരിക്കും. രണ്ടുപേർക്കും ഒറ്റ എക്സാം ആയിരിക്കും. പിന്നെ സിവിലുകാരാണെങ്കിൽ അവരെന്തായാലും സിവിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അവരെന്തായാലും എക്സാം ഗ്രൂപ്പ് സിവിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി നമ്പറിലുള്ള പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സോണും എടുക്കുക. ഈ സോണിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ അഹമ്മദാബാദ് സോണിൽ ചിലപ്പോൾ നിങ്ങൾ അതിൽ കണ്ടതിൽ 3-4 കാറ്റഗറി എന്നുള്ള പോസ്റ്റ് തീരെ ഉണ്ടാവില്ല, അതിൽ ഒഴിവുണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ ചെന്നൈ സോൺ എടുത്താൽ ചിലപ്പോൾ അതിൽ 3-4 കാര്യം കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ സോണുകൾ ഇങ്ങനെ എഴുതി, ആ കാറ്റഗറി എഴുതിയെടുക്കിയത് 3-4. ഇപ്പോൾ ഞാൻ മെക്കാനിക്കലാണെങ്കിൽ 3-4-5 അങ്ങനെ ഞാൻ ആ കാറ്റഗറി എഴുതുക. അതിന് നേരെ ഐഫോൺ ഇട്ടിട്ട് മുകളിൽ എന്ത് ചെയ്യുക, മുകളിൽ അഹമ്മദാബാദ്, അലഹബാദ്, സെക്കന്ദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ നോക്കുന്ന മാത്രം സോണുകൾ ഇങ്ങനെ എഴുതുക. ആ സോണിൽ ഈ ഓരോ പോസ്റ്റിലും എത്ര ഒഴിവ് നിങ്ങളെ കാറ്റഗറിയിൽ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് വേണം, അത് അനലൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാനേ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതുപോലെ ഓരോ ബ്രാഞ്ചിൻ്റെ സോൺ വൈസ് വേക്കൻസി അനാലിസിസ് നമ്മൾ വീഡിയോസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ വരും, ഇന്നോ നാളെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ പറയുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കാൻ. അവരൊക്കെ അപ്ലൈ ചെയ്യട്ടെ, എല്ലാവരും അറിയട്ടെ, എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന RRB JEE നല്ലൊരു റാങ്ക് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത വർഷം തന്നെ റെയിൽവേയിൽ നമുക്കൊരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.